നമസ്കാരം. നോ എഡിറ്റിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും അനുബന്ധ വിഷയങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പോലീസ് പക വീട്ടുകയാണോ? ഒപ്പം പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തുന്ന നിലപാടാണോ സർക്കാർ സ്വീകരിക്കുന്നത്? എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റൊരു നരേഷൻ കൂടി ഈ വിഷയത്തിലുണ്ട്. ഈ അറസ്റ്റോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇമേജ് വർദ്ധിച്ചതായും കോൺഗ്രസ് നേതൃനിരയിൽ സീറ്റ് ഉറപ്പിച്ചതായുമാണ് മറ്റൊരു നിരീക്ഷണം. അറസ്റ്റിനാസ്പദമായ സംഭവത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ മാസം 20-നാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അടുത്തിടെ നടത്തിയ ഏറ്റവും വലിയ അക്രമം അഴിച്ചുവിട്ട സമരമാണ് അന്ന് നടന്നത്. മുള്ളുവേലി ചുറ്റിയ പട്ടികയും സ്റ്റീൽ കമ്പിയും ഒക്കെ ആയിട്ടായിരുന്നു അന്നത്തെ ആ സമരം. ഇത് കേവലം കാഴ്ചയ്ക്കായി കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്. പോലീസുകാരെ ഇതുപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയും അടിച്ച് തല പൊട്ടിക്കുകയും ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യെല്ല് പൊട്ടി. അത്രമേൽ അക്രമാസക്തമായ ആ സമരത്തിന്റെ പേരിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ 4ാം പ്രതിയാണ്. 1ാം പ്രതി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അതായത് കേവല രാഷ്ട്രീയ സമരമല്ല നടന്നിരിക്കുന്നത്, അക്രമമാണ് നടത്തിയത്. കൂടാതെ വെറുതെ അല്ല ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളെ മുൻനിർത്തി പോലീസിനെ പട്ടിക കൊണ്ട് അടിച്ചുവെന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞു. പറയുക മാത്രമല്ല, കോടതിയിൽ ഈ അക്രമ സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ തെളിവായി നൽകി. തുടർന്നാണ് ജാമ്യം വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി നിഷേധിച്ചത്. എന്നാൽ താൻ ചികിത്സയിലാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കോടതിയെ അറിയിച്ചു രാഹുൽ. തുടർന്ന് 2 പ്രാവശ്യം വൈദ്യപരിശോധന നടത്തിയെങ്കിലും രാഹുലിന് രക്ഷയുണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മെഡിക്കലി ഫിറ്റ് ആണെന്നായിരുന്നു ഡോക്ടർമാരുടെ കണ്ടെത്തൽ. സുഖമില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നു കഴിഞ്ഞു. അടുത്ത വാദം വീട്ടിൽ നിന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി എന്നതാണ്. രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ ഒട്ടുമിക്ക പേരും സമാന സാഹചര്യം അഭിമുഖീകരിച്ചവരാണ്. നമ്മുടെ ഒക്കെ ഓർമ്മയിലുള്ള ചില സംഭവങ്ങൾ പറയാം. എം.എം. മണിയുടെ വിവാദമായ 1, 2, 3 പ്രസംഗത്തിൽ എം.എം. മണിയെ ഉറങ്ങിക്കിടക്കുമ്പോൾ 2 വാൻ പോലീസ് വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. പാഠപുസ്തക സമരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ SFI നേതാവും ഇന്നത്തെ DYFI സംസ്ഥാന പ്രസിഡന്റുമായ വസീഫിനെ അറസ്റ്റ് ചെയ്തത് ഭാര്യയും പിഞ്ചു കുഞ്ഞും നോക്കി നിൽക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. അടുത്ത ചർച്ച രാഹുലിന് ഇതുകൊണ്ട് ലഭിക്കുന്ന മൈലേജിനെ കുറിച്ചാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ വ്യാജ ID കാർഡ് നിർമ്മിച്ച് എന്ന ആരോപണത്തിൽ അടിമുടി കുളിച്ചു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഈ വിഷയത്തിൽ നിന്ന് രക്ഷയായി. 2022-ലാണ് KS ശബരിനാഥിനെ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിലെ ഗൂഢാലോചനയിൽ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അന്നും സമാനമായി തന്നെയാണ് വിലയിരുത്തൽ ഉണ്ടായത്. പക്ഷെ പിന്നീട് ശബരിനാഥിന് ആ അറസ്റ്റ് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടായതായി നമുക്ക് ആർക്കും അറിയില്ല. ശബരിനാഥിന് കിട്ടാത്ത മൈലേജ് ഈ അറസ്റ്റ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ താൽക്കാലികമായി ഈ ദിവസങ്ങളിൽ കോൺഗ്രസ് അണികൾക്ക് ആഘോഷിക്കാൻ ഒരു സംഭവമായി ഈ അറസ്റ്റ് മാറിയെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വ്യാജ ID കാർഡ് വിഷയത്തിൽ നിന്ന് തൽക്കാലം ജനശ്രദ്ധ മാറ്റാനായി എന്നത് നേട്ടവുമാണ്.